ഭുജഗേന്ദ്രഹാരം കർപ്പൂരഗൗരം കരുണാവതാരം സംസാരസാരം ഭുജഗേന്ദ്രഹാരം. അലയൊടുങ്ങാത്ത ഭക്തമനസ്സുകളിലെ അനശ്വര സങ്കല്പം പോലെ, മണൽത്തരികളെ സാക്ഷിയാക്കി ചൊല്ലിയ പ്രാർത്ഥനാ സുഹൃതം പോലെ, ചെറിയഴീക്കൽ ദേശത്തിന്റെ മണ്ണിൽ കൃഷ്ണശിലകളിൽ ശില്പവൈഭവത്തിന്റെ മാസ്മരികതയുമായി ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രം. विश्वेश्वरी दर्शन कर चलो मन तुम काशी प्रचंडं प्रकृष्टं प्रगल्भं परेशम् अखण्डम् अजं भानुकोटिप्रकाशम् शूलनिर्मूलनं शूरपाणिं भजेऽहम्. 7 വർഷക്കാലം നീണ്ട പരിശ്രമത്തിന്റെ അനുഗ്രഹ കടാക്ഷമെന്നോണം മഹനീയമായ ശിലാവൈഭവ പെരുമ നിറച്ച് ചുറ്റമ്പലവും നമസ്കാരമണ്ഡപവും ശ്രീകോവിലും.
ഒരു സൈഡിൽ കാശ്യപ്പൻ്റെയും ഒരു സൈഡിൽ ദശാവതാരങ്ങളും ഒരു സൈഡിൽ 12 ജ്യോതിർലിംഗങ്ങളും ഈ ക്ഷേത്രത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ വന്നാൽ കാണാവുന്നതാണ്. 12 ക്ഷേത്രങ്ങളിൽ പോകുന്ന കാര്യങ്ങൾ ഇവിടെ വന്നാൽ ദർശിക്കാം. 2024 ഫെബ്രുവരി 18-ാം തീയതി ഇവിടെ പ്രതിഷ്ഠ കഴിഞ്ഞു. ഇനി ശിവരാത്രിയാണ് വരുന്നത്. ഞങ്ങളുടെ വർക്കുകളെല്ലാം ഞങ്ങൾ പറഞ്ഞ രീതിയിൽ പരിപൂർണമായും തീർത്തു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അവസരം കിട്ടിയതിൽ ഞാൻ സന്തുഷ്ടനാണ്. നന്ദി, നമസ്കാരം. ക്ഷേത്രത്തിന്റെ ഒരു വശത്ത് ഐതിഹ്യവും മറുവശത്ത് ദേശപ്പെരുമയും കൊത്തിവച്ചിരിക്കുന്ന ശില്പങ്ങൾ. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും തലമുറകൾക്ക് ദേശചരിത്രവും ക്ഷേത്ര ഐതിഹ്യവും പഠിക്കാനും പകർന്നുകൊടുക്കാനും കഴിയും വിധം സുവ്യക്തമായി എഴുതപ്പെട്ടിരിക്കുന്നു. ശ്രീകോവിലിനുള്ളിൽ ശങ്കരനെയും നാരായണനെയും ദർശിക്കാം. ഭക്തർ എന്റെ ശങ്കരനാരായണ എന്നൊന്ന് വിളിച്ചാൽ മതി, ഭഗവാന്റെ അനുഗ്രഹ കടാക്ഷം ബോധ്യപ്പെടാനാകുമത്രേ. എൻ്റെ പേര് പ്രതിഭ. ഞാൻ ചിറയിക്കൽ നിവാസിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ചെറുപ്പം മുതൽ ഈ ക്ഷേത്രത്തിൽ തൊഴുന്ന ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ശങ്കരനും നാരായണനും ഒന്നിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണെന്നുള്ളത് മാത്രമല്ല, നമ്മൾ മനസ്സുരുകി എന്ത് വിളിച്ചാലും എന്ത് പറഞ്ഞാലും മനസ്സുരുകി വിളിക്കുന്ന കാര്യങ്ങൾ ശങ്കരനാരായണൻ കേൾക്കും എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ പല ഓഫീസിൽ മാറി ജോലി ചെയ്യുമ്പോൾ അവിടെ എല്ലാം ചെന്നിട്ട് എന്തെങ്കിലും പറയുമ്പോൾ എൻ്റെ ശങ്കരനാരായണ എന്ന് പറയാറുണ്ട്. 7 വർഷം കൊണ്ടാണ് ഈ ക്ഷേത്രം പൂർത്തീകരിച്ചത്. ഇത്ര മനോഹരമായി ഇത്ര ഭംഗിയായി ഈ ക്ഷേത്രം പണികഴിപ്പിച്ച് ഞങ്ങൾക്ക് തുറന്നു കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. 2016 ഇതിൻ്റെ ആദ്യ കല്ലിടിയിൽ ചടങ്ങ്. അത് കഴിഞ്ഞിട്ട് 2023 മാർച്ച് മാസം 25-ാം തീയതി ഇവിടുത്തെ പൊതുജനങ്ങളുടെ അഭിപ്രായ പ്രകാരം ഈ ക്ഷേത്രത്തിൻ്റെ പണി തീർക്കണമെന്നും 2024 ശിവരാത്രി ഈ ക്ഷേത്രത്തിൽ വെച്ച് നടത്തണമെന്നും ഒരു തീരുമാനം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും നിലവിലുള്ള ഭരണസമിതിയും എൻ്റെ കൂടെയുള്ള നിർമ്മാണ കമ്മിറ്റിക്കാരും ആത്മാർത്ഥമായ ഈ നാട്ടുകാരുടെയും കൂടെ ആത്മാർത്ഥം പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ക്ഷേത്രം ഇവിടെ സമർപ്പിക്കാൻ കഴിഞ്ഞത്. അവരുടെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഒരു ക്ഷേത്രത്തിൽ തന്നെ സ്വർണ്ണ കൊടിമരം തന്നെ നമുക്ക് കിട്ടി. സ്വർണ്ണ കൊടിമരം നിർമ്മിച്ച് നൽകിയത് വള്ളങ്ങളുടെ മുതലാളിമാരായ അതിലെ പ്രവർത്തകരുടെയും പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ സ്വർണ്ണ കൊടിമരം നമുക്ക് സാധിച്ചു വന്നത്. എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. सहस्रनाम्ने पुरुषाय शाश्वते सहस्रकोटि युगधारिणे नमः. 1853 പ്രതിഷ്ഠ നടത്തി ശിവരാത്രി മഹോത്സവം ആരംഭിച്ച് 171ാമത് ശിവരാത്രി മഹോത്സവം നടക്കുന്ന ഈ വേളയിൽ ക്ഷേത്രോത്സവത്തിന് മാറ്റുകൂട്ടുവാൻ നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് അനേകായിരം പേർ ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് അനുദിനം ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും കൃഷ്ണശിലയിൽ പണി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കപ്പെട്ട ഈ ക്ഷേത്രം ഇന്ന് കൊല്ലം ജില്ലയിലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായൊരു ക്ഷേത്രമായി കാണപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ത്യയിലെ പ്രശസ്തമായ 12 ജ്യോതിർലിംഗങ്ങൾ ഒരു ക്ഷേത്രത്തിൽ ദർശിക്കുക, സായുജ്യമടയുക എന്ന
അപൂർവ സൗഭാഗ്യമാണ് ഈ ക്ഷേത്ര ദർശനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ഈ 171ാമത് ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഈ ധന്യവേളയിൽ എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രാങ്കണത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you.